ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ഓഗസ്റ്റ് 30 മുതൽ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. ഞാൻ പോയി നോക്കിയിട്ട് വരാം. സുശീലേ, എടി സുശീലേ. ഇതെന്താ ഇവിടെ? ഞാൻ കടയിലൊന്ന് വന്നതാ. അതെന്താ, രവി വേണ്ടതൊക്കെ വാങ്ങിക്കൊണ്ട് തരില്ലേ? എന്നാലും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് രവി സാറിനെ അയക്കുന്നത് മോശമല്ലേ? അതുകൊണ്ട് ഞാൻ തന്നെ വന്നങ്ങ് വേണ്ടതൊക്കെ ഇവിടെ നിന്ന് വാങ്ങും. സുശീല എവിടെ പോയിട്ട് വരും? ഞാനൊന്ന് അമ്പലത്തിൽ പോയതാ, പിന്നെ കടയിലൊന്ന് കയറണം. അല്ല, ഇപ്പോ ഹർഷയ്ക്ക് എങ്ങനെയുണ്ട്? വലിയ മാറ്റമൊന്നുമില്ല. പിന്നെ ആ കിടപ്പിന്നൊന്നങ്ങ് എഴുന്നേറ്റു. എന്നാലും നടക്കാനൊന്നും പറ്റത്തില്ല. വീൽ ചെയറിലിരിക്കും. എങ്ങനെ ജീവിച്ച ആളാ, ഇപ്പോഴത്തെ അവസ്ഥ കണ്ട സഹിക്കില്ല. മനുഷ്യന് ആവതുള്ളപ്പോ കൂടെ നിൽക്കാനും പ്രയോജനങ്ങൾ എടുക്കാനും കൂടെ പലരും ഉണ്ടാവും. ഒന്ന് വീണുപോയ പിന്നെ ആരും ഉണ്ടാവൂല. പക്ഷെ അത്ര സമയത്തും പ്രതീക്ഷിക്കാത്ത ആരെങ്കിലും സഹായത്തിനെത്തും. അതിന് പിന്നെ ഒരു ഈശ്വരാനുഗ്രഹമൊക്കെ വേണം. ഹർഷമൊക്കെ അതുണ്ട്. അല്ല, ആരിപ്പോ ഹർഷയെ സഹായിക്കാനൊക്കെ ആയിട്ട് വരുന്നത്? അല്ല, ഇന്ദ്രനാ? ഇന്ദ്രൻ അങ്ങനെ വരാറൊന്നുമില്ല. ഇടയ്ക്ക് അങ്ങനെ എപ്പോഴും 1-2 പ്രാവശ്യം വന്നിട്ടുണ്ട്, അത്ര തന്നെ. പിന്നെ അനുപമ വരും. ഹർഷയോട് സംസാരിച്ച് മനസ്സിന് ധൈര്യമൊക്കെ കൊടുത്ത് മുന്നോട്ട് ജീവിക്കാനും ആരോഗ്യം വീണ്ടെടുക്കാനുമുള്ള ആഗ്രഹമൊക്കെ ഹർഷയുടെ മനസ്സിലുണ്ടാക്കും. അതിന്റെയൊക്കെ ഇപ്പോ വീൽ ചെയറിലേക്കെങ്കിലും ഒന്ന് ആയത്. അല്ല, അവള് എന്നും ഹർഷയുടെ അടുത്ത് വരുന്നുണ്ടോ? മിക്കവാറും ദിവസങ്ങളിൽ വരാറുണ്ട്. എന്റെ സുശീലെ, അനുപമയ്ക്ക് നല്ല മനസ്സാ. ഒരാൾക്ക് കഷ്ടപ്പാടാണെന്ന് കണ്ട അവരെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ട്. അവരെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുമുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നതാ. ശരിക്കും മനുഷ്യരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് പുറത്തു വന്ന് നോക്കുന്നവർക്കൊന്നും അറിയാനും പറ്റില്ല. അനുപമ എന്തിനാ എന്നും അവിടെ വരുന്നതെന്നും അവളുടെ ഉദ്ദേശം എന്താന്നൊക്കെ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതെന്താ സുശീല അങ്ങനെ പറഞ്ഞത്? അനുപമ എന്താന്നും അവൾ എങ്ങനെയൊക്കെ ചിന്തിക്കുമെന്നും എങ്ങനെയൊക്കെ പെരുമാറുമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. സുശീല എന്താ അനുപമയെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ കാണുമ്പോഴെല്ലാം ഇത്രയും നല്ല മനസ്സ് സ്വഭാവമുള്ള പെൺകുട്ടികളെ കണ്ടുകിട്ടാൻ തന്നെ പ്രയാസമാണല്ലോ എന്ന് ചിന്തിക്കാം. അവളുടെ നല്ല മനസ്സ്. എന്തായാലും അനുപമ ഒന്നും പ്രതീക്ഷിക്കാതെയാണ് ഹർഷയെ കാണാൻ വരുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഹർഷയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനും ശ്രമിക്കുന്നുണ്ട്. അതിന്റെ പുണ്യം അവൾക്കൊരിക്കലും കിട്ടാതെ പോവില്ല. ശരി. അയ്യോ സുശീലേ, ഞാനങ്ങ് ചെല്ലട്ടെ. അവിടെ എത്താൻ ഒരുപാട് വൈകും. ഇനിയും വർത്താനം പറഞ്ഞു നിന്നാൽ ശരിയാവില്ല. ശരി, എന്നാ പോയിട്ട് വാ. അനുപമ എന്തിനാ ഹർഷയുടെ അടുത്തേക്ക് പോകുന്നത്? അതത്ര നല്ലതിനല്ലല്ലോ. കുടിക്ക്. വാ കുഞ്ഞമ്മേ. കുഞ്ഞമ്മ ഇത് എവിടെയായിരുന്നു? ഞാനൊന്ന് പുറത്തു പോയതാ. കുറച്ച് സാധനങ്ങൾക്ക് മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ? എന്തിനാ വെറുതെ തനിച്ചുപോയി കഷ്ടപ്പെട്ടത്? അയ്യോ, ഇതൊന്നും എനിക്കൊരു കഷ്ടപ്പാടല്ല സാറേ. അല്ലെങ്കിൽ തന്നെ എത്രയെന്ന് പറഞ്ഞാ സാറിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്നേ. ഓരോരോ കാര്യങ്ങൾക്കായി സാർ എപ്പോഴും ഓട്ടം തന്നെയല്ലേ.
എന്നെ കൊണ്ട് പറ്റുന്ന ഈ ചെറിയ കാര്യങ്ങളെങ്കിലും ഞാൻ ചെയ്യണ്ടേ? അങ്ങനെയൊന്നും കരുതണ്ട കുഞ്ഞമ്മേ. ഇവിടെ കുഞ്ഞമ്മ ഉള്ളത് എനിക്കും ഹർഷയ്ക്കും വലിയൊരു സഹായമാണ്. കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കാൻ കുഞ്ഞമ്മ കൂടി ഇല്ലെങ്കിൽ ഞാനിവിടെ ശരിക്കും പെട്ടുപോകത്തേ ഉള്ളൂ. ആ അത് പറഞ്ഞപ്പോഴാ കേട്ടോ ഞാനേ ഇന്നൊരാളെ കണ്ടു. ആരെ? സുശീലേ. അവള് കാര്യങ്ങളെല്ലാം തിരക്കി. കുഞ്ഞമ്മ എന്തിനാ അവരോടൊക്കെ സംസാരിക്കാൻ പോയത്? അതിനൊന്നും പറ്റിയ ആളല്ല അവര്. ആകുന്ന സമയത്ത് ഹർഷയെ കൊണ്ടു നടന്ന് അവളെ കൊണ്ട് പലതും ചെയ്യിച്ചത് അവരാ. എന്നിട്ടിപ്പോ അവക്ക് വയ്യാതെ വന്നപ്പോ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. എനിക്കറിയാലോ സാറേ, അതുകൊണ്ട് ഞാൻ നല്ലൊരു ഡോസ് കൊടുത്തിട്ടുണ്ട്. എന്നെങ്കിലും സുശീലയെ ഞാൻ കാണുമ്പോ പറയാൻ വിചാരിച്ചതൊക്കെ ഞാനങ്ങ് പറഞ്ഞിട്ടുണ്ട്. മനസാക്ഷിയില്ലാത്ത പ്രവൃത്തിയാ സുശീല കാണിക്കുന്നതെന്ന് ഞാൻ അവളുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു. ബുക്ക് വേണമെന്നോ? ആ ഇതാ മോളെ, എന്തോ എഴുതാനാണെന്ന് തോന്നുന്നു അല്ലേ? അതാന്ന്. ആ സ്ത്രീ ഇവിടേക്ക് വരാത്തത് തന്നെയാണ് നല്ലത്. ഹർഷ പറഞ്ഞതാ ശരി. അവരിപ്പോ ഇവിടെ വരാത്തതുകൊണ്ട് ഈ വീട്ടിലൊരു നല്ല സമാധാനമുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷെ അവളുടെ നന്ദികേട് നമുക്കൊക്കെ ഒന്ന് ബോധ്യപ്പെട്ടു എന്ന് അറിയിക്കണമല്ലോ. അതറിയിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ആ അത് മാത്രമല്ല, അനുമോളെ കുറിച്ച് ഞാൻ നല്ല രീതിയിൽ സുശീലയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അനുവിനെ കുറിച്ചോ? ആ അതെ. സുശീലയുടെ കണ്ണിലെ ഏറ്റവും മോശപ്പെട്ട പെണ്ണല്ലേ അനുപമ. ആ കുട്ടിയുടെ നല്ല മനസ്സ് എനിക്കൊന്ന് അറിയിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാ അനു ഇവിടെ വരുന്നതും ഹർഷയുടെ കാര്യം അന്വേഷിക്കുന്നതൊക്കെ ഞാൻ സുശീലയോട് അങ്ങ് പറഞ്ഞത്. അത് ശരിയാണ്. പക്ഷെ അത് പറയേണ്ടിയിരുന്നില്ല. തന്നെയല്ല, അനു ഇവിടെ വരുന്ന കാര്യം അവരറിഞ്ഞ അതിനവര് വേറെ കഥയുണ്ടാക്കും. അവളിനി എന്ത് ചെയ്യാനാ സാറേ? കുഞ്ഞമ്മയ്ക്ക് അവരെ ശരിക്കും അറിയാഞ്ഞിട്ടാ. ആളുകളെ ദ്രോഹിക്കാനായിട്ട് അവരെന്ത് വഴിയും സ്വീകരിക്കുന്നവരാ.